Hello friends, good morning. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും ഉള്ള വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവരുടെ സിംറ്റംസ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലെ സിംറ്റംസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷമുള്ള അടുത്ത ഭാഗമാണ് ഇത് നമ്മൾ പറയുന്നത്. അത് കുട്ടികളുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലങ്ങളും ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ദഹന പ്രശ്നങ്ങൾ, വയറുവേദന, വയറ് കമ്പിക്കൽ, പൊട്ടൽ, ഓക്കാനം, ഛർദി അല്ലെങ്കിൽ വയറിളക്കം തുടങ്ങിയ ഇടയ്ക്കിടയ്ക്കുള്ള ദഹന പ്രശ്നങ്ങൾ കുട്ടികളിൽ സാധാരണമാണ്. ചില സന്ദർഭങ്ങളിൽ അവ കൂടുതൽ അസാധാരണമായ പ്രശ്നമായി മാറിയേക്കാം. ചില കുട്ടികൾക്ക് അവരുടെ വിശപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രത്യേക ഭക്ഷണങ്ങളോടുള്ള പ്രതികരണം അനുഭവപ്പെട്ടേക്കാം. സ്ഥിരമായ ദഹന പ്രശ്നങ്ങൾ ഒരു അടിസ്ഥാന പ്രശ്നത്തിന്റെ അടയാളമായിരിക്കാം എന്നുള്ളതാണ്. കൈസിൻ, ഡയറി, ഗ്ലൂട്ടൻ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങൾ എന്നിവയോട് തങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ടെന്ന് മാതാപിതാക്കൾ കണ്ടെത്തുന്നത് സാധാരണമാണ്. സ്ഥിരമായ പ്രശ്നങ്ങൾ സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നിവയുടെ ലക്ഷണമാകാനും സാധ്യതയുണ്ട്. കുടലിന്റെ ആരോഗ്യം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങളും കുടലിന്റെ അസന്തുലിതാവസ്ഥയും കുട്ടിക്കാലത്തും മുതിർന്നവരിലും കുടലിലല്ലാത്ത മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാവുന്നതാണ്. 2013 പീഡിയാട്രിക്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾക്ക് സമാനമായ പ്രവർത്തനപരമായ വയറുവേദനയുള്ള കുട്ടികൾക്ക് കൗമാരത്തിലും പ്രായപൂർത്തിയായവരിലും ഉത്കണ്ഠ രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ എന്തൊക്കെയാണ്? ഗട്ട് ഇൻഫ്ലമേഷൻ, സൈൻ ആൻഡ് സിംറ്റംസ്. ആമാശയ കുടല് സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷനുകൾ എന്തൊക്കെ? ഗട്ട് ഇൻഫ്ലമേഷൻ കേസസ് എ നമ്പർ ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഫോർ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സാധാരണ വയറുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ആമാശയത്തിലും കുടലുകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത്? ക്രാംസ് പോലെയുള്ള സംഗതികൾക്ക് വരാം, ഹാർട്ട് ബേൺ വരാം, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിംഗ്, ഇൻഫ്ലമേഷൻ, ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങൾ, ക്രോണിക് ഫാറ്റേജ്, ഫുഡ് അലർജീസ്, ഇൻടോളറൻസ് ഓർ സെൻസിറ്റിവിറ്റി, സ്കിൻ റാഷസ്, ആഗ്നെ, ഐക്കിംഗ് ജോയിന്റുകളിൽ ഉണ്ടാകുന്ന പെയിന്, നീര് കാര്യങ്ങളൊക്കെ, ആഗ്നെ, സോറിയാസിസ്, തൊലിപ്പുറമെ ഉണ്ടാകുന്ന ഡിസീസുകൾ, ആൻസൈറ്റി, ഉത്കണ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾ, ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷൻ, കാൻഡിഡ, പ്രോബ്ലം വിത്ത് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, അലർജി, പലതരം അലർജികള്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കുടലുകളിൽ ഉണ്ടാകുന്ന അസുഖങ്ങള്, ആസ്മ ഓർ അതർ ഡിഫിക്കൽട്ടീസ് ബ്രീത്തിങ്, ആസ്മയും അതുപോലെ ശ്വാസോച്ഛ്വാസപരമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമായേക്കാം. ന്യൂട്രീഷൻ ആൻഡ് വിറ്റാമിൻസ് ഡെഫിഷ്യൻസി, പോഷകാഹാരങ്ങളുടെ കുറവുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഹെഡേക്ക്, മെമ്മറി ലോസ്, ഇതിനെല്ലാം നമ്മുടെ കുട്ടികൾ ഇരയാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ചില ടിപ്സുകളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ കുട്ടികളുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്താൻ നമുക്ക് സാധിച്ചേക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത ഭാഗങ്ങളിൽ കാണുക. ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് ഈ ടോപ്പിക് ഇവിടെ
you all the best.